പ്രേക്ഷകർക്ക് ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് പ്രശസ്ത സംഗീത കലാകാരൻ ഷെരീഫ് നീലേശ്വരമാണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഷെരീഫ്. നമസ്കാരം. ഷെരീഫ്, നമ്മളിപ്പം സാധാരണ സംഗീത രംഗത്ത് ഉയർന്നു വരുന്ന പല കലാകാരന്മാരെ കാണുന്നുണ്ട്. ചിലവർ സ്കൂൾ കലോത്സവങ്ങളിൽ, അത് കോളേജ് തലത്തിലായ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ വരും. അതെല്ലാം അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. സംഗീതം, അതായത് വീടുകളിൽ അച്ഛനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഷെരീഫ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത്? അതിപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഈ വീട്ടിലെ കുടുംബം ഒരുപാട് സ്വാധീനിക്കുന്ന പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംഗീത മേഖലയിലേക്ക് വരാൻ കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് മെയിനായിട്ട്. എന്നുവെച്ചാൽ അതായത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇപ്പം സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ സംഗീതത്തിൽ ഉണ്ടായിരുന്നു. ശരിക്കും സ്കൂൾ പഠനം എവിടെയാണ്? സ്കൂളിൽ ഞാൻ പഠിച്ച ലിറ്റിൽ ഫ്ലവറിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ദുർഗ സ്കൂളിലേക്ക് പോയി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഈ കലോത്സവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഒരുപാട് പ്രചോദനം തരും. ഇങ്ങനെ വേറൊരാൾ പാടുന്ന നോക്കി, അല്ലെങ്കിൽ വേറൊരാൾ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന നോക്കി ഒരു കുട്ടി ഇതുപോലെ ക്ലാസ്സിൽ നിന്ന് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഈ കലോത്സവം വരുന്ന സമയത്ത് ഒരുപാട് റിഹേഴ്സലൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കാണുന്ന സമയത്ത് ഒരു പ്രചോദനമാണ്, അതുപോലെ നമുക്കും ചെയ്യണമെന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്ന്, പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നീലേശ്വരം കലാ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എന്ന് വെച്ചാൽ ഓരോ ഓൾട്ടർനേറ്റീവ് വീട്ടിലും ഞങ്ങൾക്കൊരു സംഗീതജ്ഞനെ കണ്ടെത്താം. ഒന്നെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ ഡാൻസ്, അങ്ങനെ ഒരുപാട് എൻ്റെ കലാകാരന്മാരെ ധാരാളം ഒരുപാട് അതും വളരെ ശുദ്ധമായ രീതിയിലുള്ള, എന്നുവെച്ചാൽ പക്ക ക്ലാസിക്കല് കർണാടിക്കൊക്കെ പാടുന്ന, അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ നൃത്തമൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങളെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അല്ല, അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണല്ലേ ശരിക്കും സംഗീതം പാടാൻ ആദ്യമായി സ്റ്റേജിൽ പാടിയത് എവിടെയാണ്? ആദ്യമായി സ്റ്റേജിൽ പാടിയത് ഞങ്ങളുടെ കടിഞ്ഞമൂല എന്നുള്ള ഒരു അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ഇങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പൊക്കെ വന്ന് ഇങ്ങനെ പാടുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടിയതാ ഷെരീഫ് നന്നായിട്ട് പാടും, അതെ അങ്ങനെ ഒരു പാട്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി ഒരു പാട്ട് പാടി. അങ്ങനെ പാട്ട് പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ പിന്നെ എല്ലാവരും പിന്നെയും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അതുവരെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാനുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായില്ല? ഇല്ല, അത് ശാസ്ത്രീയ സംഗീതം പഠിച്ചു തുടങ്ങിയത് എനിക്ക് പാടാൻ പറ്റുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് ശരിക്കും ഇത് കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാം. അതായത് ഒരുപാട് പോരായ്മകള് ഞങ്ങൾ പാടി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ അത് നികത്താൻ വേണ്ടിയിട്ട് എന്തായാലും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം എന്നുള്ളതൊക്കെ ഈ അറിയുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചവരൊക്കെ. പിന്നെ അങ്ങനെ ആ രീതിയിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ. എവിടെ ചേർന്നത്? ഞാൻ ആദ്യം ചേർന്നത് ഞങ്ങളുടെ കുഞ്ഞിക്കേളു ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട് സൗത്തില്, അവിടെയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തുടർന്നുകൊണ്ട് പോയി. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഗുരു മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഗൾഫിലായിരുന്നു കുറച്ചാലും, അവിടെയും തുടർന്നു. ഇപ്പോഴും പഠനം തുടരുന്നുണ്ട്. സംഗീതം ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിന്റെ പഠനം എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ ഈ കോളേജ് തലത്തിലൊക്കെ, സ്കൂൾ തലത്തിൽ ഇപ്പം കലോത്സവ വേദികളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോൾ സമ്മാനങ്ങളോ അല്ലെങ്കിൽ നിലവാരം ഉയർന്ന അല്ലെങ്കിൽ നല്ലൊരു നിലവാരം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാല് ഈ ശരിക്കും പറഞ്ഞ ഈ കലോത്സവ വേദി ഈ ഞങ്ങളെ പോലെയുള്ള, അതായത് ആ സമയത്ത് ഇതുപോലെ പാട്ടിലും അതുപോലെ സംഗീതത്തിലും എന്തെങ്കിലും ആവണം എന്നില്ല ഒരു ഡ്രീമുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു വേദി ഒരുക്കി തരാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നീലേശ്വരത്ത് തന്നെ ഇപ്പൊ സിംഗർ 95, 98 എന്നൊക്കെ പറഞ്ഞിട്ടൊരു അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തിരുന്നു. അതിലെനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എന്ന് ഞങ്ങൾ അറിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യും. ഒന്നും കൂടെ ആ കോമ്പറ്റീഷനിൽ പ്രൈസ് ഞങ്ങള് വിൻ ചെയ്യണം എന്നുള്ള ഒരു ആവേശം ഒന്നും കൂടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഈ കോമ്പറ്റീഷൻസ് ഒരുപാട്
സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടാലന്റ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഷെരീഫിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു റിപ്ലൈ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കലോത്സവ വേദികളിൽ കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും കുട്ടികൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്കറിയാം ചാനലുകളിൽ റിയാലിറ്റി ഷോകളുണ്ട്. ഈ യഥാർത്ഥത്തിൽ റിയാലിറ്റി ഷോസ് ഈ കലയെ പരിപോഷിപ്പിക്കുന്നുണ്ടോ, അല്ല മറ്റ് ഏതെങ്കിലും തലത്തിൽ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കലാരംഗത്ത് അല്ലെങ്കിൽ കടന്നു വരുന്ന കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടാക്കുന്നു? ഷെരീഫിന്റെ അഭിപ്രായം എന്താണ് അതിനെ കുറിച്ചിട്ട്? ഞാനിതിനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ റിയാലിറ്റി ഷോ ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽസ് ഒക്കെ വന്നതിന് ശേഷം ഷെരീഫ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ റീസെന്റ് ആയിട്ട് ഒരു എന്താ പറയണ്ട ഈ 2014 ഏപ്രിലിൽ ഒരു ഐഡിയ റോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ എറണാകുളത്ത് വെച്ചിട്ട് ബോളിവുഡ് ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നു. അതൊരു TV ബേസ്ഡ് റിയാലിറ്റി ഷോ അല്ല, വെച്ചാൽ ഓഡിയൻസ് ബേസ്ഡ് റിയാലിറ്റി ഷോ ആയിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് ആഫ്റ്റർ ലോങ് ടൈം. പക്ഷെ എനിക്ക് എന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാല്, റിയാലിറ്റി ഷോ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പാടുന്നവർക്ക് ചാൻസ് കിട്ടുന്നുണ്ട്, അവർ അറിയപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ TV കൂടിയിട്ട് അവർ പ്രക്ഷേപണം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു. അതുപോലെ അങ്ങനെ ഒരു ഗായകനോ ഗായികയോ സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും അവർ ഫേമസ് ആവുന്നു. അതൊരു ഒരുപാട് രീതിയിൽ അവരെ സഹായിക്കുന്നു. പക്ഷേ റിയാലിറ്റി ഷോനെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്റെ അഭിപ്രായത്തിൽ, സിംഗേഴ്സിനൊക്കെ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടവർക്ക്. പക്ഷെ ഒറ്റ കംപ്ലൈന്റ് എനിക്കുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അനുകൂലിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാല്, അവരെ തെരഞ്ഞെടുക്കുന്ന ഈ SMS വോട്ടിങ്ങില് അതില് എന്തെങ്കിലും കാര്യം ഉണ്ടോന്നാണ് എനിക്ക്. പ്രാക്ടീസ് നടക്കുന്നുണ്ടോ അല്ലെ? അതാണ് ആ ഒരു തലത്തിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഷോ ഓക്കെ. റിയാലിറ്റി ഷോ തീർച്ചയായിട്ടും വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പ്രചോദനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റിയാലിറ്റി ഷോസ്. ഇപ്പം സമ്മാനം കിട്ടാത്തവരും ഇപ്പം ഒരുപാട് റിയാലിറ്റി ഷോയിൽ അവസരം കിട്ടാത്തവർ പോലും ഇപ്പോഴും അവരുടെ ബാനറിൽ സ്റ്റേജ് ഷോ ചെയ്യുന്നു. അതിൽ കൂടി എനിക്ക് തോന്നുന്നു തരക്കേടില്ലാത്ത രീതിയിലുള്ള അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കുന്നു. നല്ല രീതിയിൽ അതിനെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പം അതിനെ കൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എന്നുവെച്ചാൽ നെഗറ്റീവായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷെരീഫുമായിട്ടുള്ള ഈ ഇന്റർവ്യൂവിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്റർവ്യൂവിനപ്പുറത്ത് ഷെരീഫ് ഒന്ന് മൂളുണ്ട്. കാരണം വെച്ചാൽ ഒരു പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു സോങ് എന്തായാലും ഷെരീഫിന്റെ അടുക്കുന്ന ഒന്നിൽ കൂടുതൽ സോങ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കൊണ്ട് മൂളിക്കൂടെ? ഓക്കെ, പാട്ട് പാടാം. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो। तेरा मेरा रिश्ता है कैसा, एक पल दूर गवारा नहीं। तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी, कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन
मेरा दर्द भी मेरी आश भी अब तुम ही हो. ഓക്കെ ശരി, അങ്ങനെ വിടാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു 2-3 സോങ് സെലക്ട് ചെയ്ത് മനസ്സിൽ വെച്ചത് നമുക്ക് ഈ ഇന്റർവ്യൂവിന്റെ ഒരു കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രേക്ഷകർക്ക് കൊണ്ട് വീണ്ടും ഇതുപോലത്തെ ഒരു സോങ് കൊടുക്കാം. ശരി, നെഹ്റു കോളേജിൽ ഏത് ബാച്ചായിരുന്നു? ഞാൻ 97, 98, അതായത് പ്രീ ഡിഗ്രി മുതൽ, അതായത് ഡിഗ്രി കഴിഞ്ഞത് 98-ലാണ്. എനിക്കൊരു ഓർമ്മ വരുന്നത് ആ സമയത്ത് ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിരുന്നു, ഫൈനാൻസിന്റെ ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയി മത്സരിച്ച ഒരു സമയത്ത് തൊട്ടടുത്ത ക്ലാസ്സിൽ നിന്ന് ഇതുപോലെ ഏതൊരു സോങ് അന്ന് ഷെരീഫിന്റെ ഒരു മാസ്റ്റർ പീസ് സോങ് ആണ്, ഓർക്കുന്നുണ്ട്, ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? വോട്ട് തീർച്ചയായിട്ടും വോട്ട് അഭ്യർത്ഥിക്കുന്ന ഓരോ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു സോങ് അന്ന് ഷെരീഫ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാൻഡിഡേറ്റ് അല്ല, ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ശരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആദ്യ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കാഞ്ഞങ്ങാട് നിന്ന് സ്വായത്തമാക്കിയ ഈ അറിവ്, അതായത് ഗുരു നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ കൂടെ എത്ര വർഷം വരെ അഭ്യസിച്ചിരുന്നു? ഭാഗവതരുടെ കൂടെ കുറച്ചു കാലം, അതായത് കുഞ്ഞിക്കേട് ഭാഗം എന്ന് പറഞ്ഞാൽ പല സിംഗേഴ്സിന്റെയും ഇപ്പോൾ അറിയപ്പെടുന്ന സിംഗേഴ്സിന്റെയും ഗുരുവാണ്. അവിടുന്നാണ് അധികം പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. അവിടെ എന്ന് വെച്ചാല് ഞാൻ പോയ സമയത്തൊക്കെ ഗ്രൂപ്പ് ക്ലാസ് ആയിരുന്നു. അതായിരുന്നു അതിപ്പോഴും എനിക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് വേറെ എവിടെയും ഞാൻ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഒരു സംഗീത സദസ്സ് കുഞ്ഞിക്കേട് ഭാഗയുടെ എന്നുവെച്ചാൽ ഒരു റൂമിനകത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടായിരുന്നു എല്ലാവരും പാട്ട് പഠിക്കുക. എന്ന് വെച്ചാല് വാല്യം വായിക്കുന്നവര് വാല്യം വായിക്കും, അതേ റൂം അതേ റൂം ഒരുമിച്ചായിരുന്നു. എന്ന് വെച്ചാല് ഒരു സിംഫണി ആയിരുന്നു ശരിക്കും പറഞ്ഞു. വോയിസും പിന്നെ വിസിറ്റാർ വായിക്കുന്നവരും വീണ വായിക്കുന്നവരും വാല്യം അതേ സെയിം ആ പഠിപ്പിക്കുന്ന പാടും തന്നെ അവർ അതിൽ വായിക്കും, പാടുന്നവര് പാടും. പക്ഷെ എവിടെയും കോറിലേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ഡിസ്റ്റർബ് ആകുന്നില്ല. അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. വളരെ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്. ശരി, ഏതൊക്കെ വാദ്യ ഉപകരണങ്ങളാണ് പഠിച്ചത്? ഞാൻ കീബോർഡ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഗിറ്റാർ, വയലിൻ, പിന്നെ പെർക്കഷൻ, അതായത് തബലൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല. ഇഷ്ടമാണ്, എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇഷ്ടമാണ്. ഇപ്പോൾ IT മേഖലയിലല്ലേ ജോലി എന്നത്? പൂർണ്ണമായിട്ടും IT മേഖലയിലാണ്. പിന്നെ ഇതിനെങ്ങനെ സമയം കണ്ടെത്തുന്നു? അതായത് ഞങ്ങൾ ഏത് പ്രൊഫഷനിലായി കഴിഞ്ഞാലും ഇതൊരു IT മേഖല, സാധാരണ നമ്മൾ IT മേഖല ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ ITക്ക്. അവര് മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു ഫീൽഡിലേക്ക് പോകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അല്പം റിസ്കി ആയ ഒരു ജോബാണെന്ന് നമ്മൾ പൊതുവേ ഒരു ധാരണ. ശരിയാണ്, സംഗീതത്തിലാവുമ്പോൾ അതിന് അവസരം ഉണ്ടാക്കിയെടുക്കുമല്ലേ നമ്മളെ ഫേവറേറ്റ്, നമുക്ക് നമ്മളെ ചോയ്സ്. അത് ഈ ടെൻഷനുള്ള ഒരു ജീവിതത്തിൽ സംഗീതം തീർച്ചയായിട്ടും ആശ്വാസമാണ്. തീർച്ചയായിട്ടും അത് നല്ല ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഇപ്പം ഒരുപാട് കൂട്ടുകാര്, ഇപ്പം ഓഫീസിലെ കൊളീഗ്സ് ആയാലും വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കും, വെറുതെ പാട്ടോടും. നമുക്ക് റിലാക്സ് ആയി, അവർക്കൊരു സാറ്റിസ്ഫാക്ഷനും ആയി. തീർച്ചയായിട്ടും അവർക്കും ഒരു ഇത് ആസ്വദിക്കാൻ അവസരം കിട്ടി. പിന്നെ അതോടൊപ്പം ഷെരീഫ് വിദേശ രാജ്യങ്ങളിലൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന. ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോയത് പരിപാടി അവതരിപ്പിക്കാനായിരുന്നു. അതായത് 97, 98 ഇവിടെ കണ്ണൂർ ആകാശവാണിയുടെ ആലാപ് എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കണ്ണൂർ ആകാശവാണി കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നടത്തിയ ഒരു മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. അപ്പൊ അതില് ആ കെയർ ഓഫില് എനിക്ക് ഒരു ഗൾഫ് പ്രോഗ്രാമിനുള്ള ഒരു ഓഫർ വന്നു. അങ്ങനെ ഖത്തർ, മസ്കത്ത്, UAE പ്രോഗ്രാമിനാണ് ഞാൻ ആദ്യം ഇവിടെ പോയത്. പിന്നെ കുറെ കാലം കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തന്നെ ഒരു 10 years ഗൾഫിൽ തന്നെയായിരുന്നു ജോലി ആവശ്യത്തിന് പോയത്. അതൊരു പുതിയ ആദ്യമായ ഈ ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരു പുതിയ അനുഭവമല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. വളരെ സീനിയറായ കലാകാരന്മാരുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോടുള്ള ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ പോകാൻ അവസരം കിട്ടാന്നുള്ള പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഫസ്റ്റ് പോയത്. ശരിക്കും ഈ പ്രത്യേകിച്ച് സംഗീത ലോകത്ത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഐക്കോൺ, നമ്മൾ പറയാറില്ല, ഒരു മനസ്സിനെ അകത്തളങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു രൂപം ഉണ്ടാവുമല്ലോ നമുക്ക് സംഗീത ലോകത്ത്. ആരെയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴും ഇപ്പം ശരിക്കും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത കലാകാരൻ അങ്ങനെയൊന്നും ആ ഒരു ചോദ്യത്തിലല്ല ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു ഐക്കോൺ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ, നമുക്കൊരു മോഡൽ എന്ന നിലയിൽ.
ആരെയാണ്? എല്ലാ ഇപ്പം ഞങ്ങൾ അറിയപ്പെടുന്ന ഇപ്പം മലയാളത്തിലായാലും ഹിന്ദിയിലായാലും വേൾഡ് വൈഡ് ആയാലും ഇപ്പം ഫേമസ് ആയിട്ടുള്ള എല്ലാ സിംഗേഴ്സിനും അവരുടേതായ ഒരു കാലിബർ ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പം വളരെ ഒരു ഒരു അതായത് വിസ്മയം പോലെ തോന്നുന്നത് നമ്മുടെ ദാസേട്ടൻ്റെ പാട്ടുകളാണ് ഇപ്പോഴും. ഏറെക്കുറെ എനിക്ക് മാത്രമല്ല, ഏതൊരു കലാകാരനും തീർച്ചയായിട്ടും ആസ്വദിക്കുന്ന ഏതൊരാളും. അതെ, ആ ദാസേട്ടൻ്റെ ആ ഒരു ആലാപന ശൈലിയും പിന്നെ ആ കൊടുക്കുന്ന മൂഡും അതൊക്കെ വളരെ ഒരു മാജിക്കലായിട്ടാണ് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം ഹിന്ദിയിലാണ് മുഹമ്മദ് റാഫി, കിഷോർ കുമാർ. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ടുകളൊക്കെ ഞങ്ങൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഏത് പുതിയൊരു പ്ലേബാക്ക് സിംഗർ പാടുമ്പോഴും ടെക്നോളജി അവരെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കേട്ടിടത്തോളം ഈ പഴയ സിംഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ദാസേട്ടൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഈ പഴയ ടെക്നോളജി വെച്ച് ഉള്ള സമയത്തൊക്കെ അവർ ഒറ്റ ടേക്കിനൊക്കെ ആയിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പാടാം. അത് ചിന്തിക്കാൻ പോലും ഈ സമയത്തുള്ള ഈ ഒരു തലമുറക്ക് സാധിക്കില്ല. ആ ടെക്നോളജിയുടെ കാര്യം പറയും. നമ്മുടെ ഈ പുതിയ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സംഗീതം ശാസ്ത്രീയമായി കൂടുതൽ പഠിക്കാതെ ടെക്നോളജിയുടെ സഹായത്തിൽ ഈ മേഖലയിൽ, ആ ചോദ്യം എത്രത്തോളം ഈ മേഖലയിൽ കൂടുതൽ ശരിയാണ്. അത് വളരെ വളരെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അത്യാവശ്യം ഈ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ പഠിക്കണം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ബേസിക്കായിട്ട് പാടാൻ ക്ലാസിക്കലായിട്ട് പഠിക്കാതെ അല്ലെങ്കിൽ ബേസിക്കായിട്ട് ഒരു പാട്ട് പഠിക്കാതെ ഇൻസ്ട്രുമെന്റ് പഠിക്കാതെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇപ്പോഴത്തെ കാലത്ത് കയറി പാടാം. പക്ഷെ അത് അവിടെ മാത്രമേ പറ്റുള്ളൂ, ഒരു സ്റ്റുഡിയോയിൽ കയറി മാത്രമേ പാടാൻ പറ്റുള്ളൂ. ഒരു ലൈവ് പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വളരെ ചലഞ്ചിങ് ആയിട്ട് വരും. അതെ, ടൈം എടുത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നതും ഒരു പാട്ടെടുത്ത് ലൈവായിട്ട് നിർത്താതെ അല്ലെങ്കിൽ വിത്ത് ലൈവ് ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ ഒരു ലൈവായിട്ട് പെർഫോം ചെയ്യുന്നതും വളരെ അത് പെർഫെക്ഷനാണ് ഞാൻ പറയുന്നത്. ഈ ലൈവ് ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടിയ പെർഫെക്ഷൻ ലൈവ് പെർഫോമൻസിൽ വരണമെന്നില്ല. പക്ഷെ ലൈവ് പെർഫോമൻസിൽ ഒരു 50% പെർഫെക്ഷൻ വരണമല്ലോ, അതിന് ടാലന്റ് വേണം. തീർച്ചയായിട്ടും. അല്ല, ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ റിയാലിറ്റി ഷോ ഒരു പരിധി വരെ വോട്ടിംഗ് എന്നുള്ള ആ ഒരു ഭാഗം മാറ്റി നിർത്തുകയാണെങ്കിൽ റിയാലിറ്റി ഷോ ഒരു പരിധി വരെ പുതിയ കലാകാരന്മാരെ അല്ലെങ്കിൽ അവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അല്ല, അവരുമായി അടുത്ത് ഇടപഴകുവാൻ അല്ലെങ്കിൽ പ്രശസ്ത ആരൊക്കെ? ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിന് ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ വി മനോഹർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, കന്നഡ മ്യൂസിക് ഡയറക്ടർ, പുള്ളിക്കാരൻ്റെ കൂടെ ഞാനൊരു 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കന്നഡ ഫിലിമിന് ട്രാക്ക് പാടില്ലായിരുന്നു. ആദ്യം SP സാറിന് പാടിയിട്ടുണ്ട്, കന്നഡ പാടിയിട്ടുണ്ട് ട്രാക്ക് സിംഗിങ്. പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഇപ്പം ഔസേ പച്ചൻ സാറ്, പിന്നെ ജാസി ഗിൽ സാറൊക്കെ വന്ന സമയത്ത് അവരൊക്കെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റിമി ടോമിയുടെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട് ഗൾഫിൽ. റിമി ടോമി, പിന്നെ ജോൽസ്ന. പിന്നെ ഇപ്പോൾ ഐഡിയ റോക്സ് ഇന്ത്യ ഇപ്പം കഴിഞ്ഞ പരിപാടിക്ക് അതിന്റെ ഒരു പാക്കേജിന്റെ ഭാഗമായിരുന്നു ഫസ്റ്റ് കിട്ടിയവർക്ക് സുനീതി ചൗഹാന്റെ കൂടെ പാടാനുള്ളൊരു അവസരം. അങ്ങനെ ബോളിവുഡ് കായിക സുനീതി ചൗഹാന്റെ കൂടെ പാടാനുള്ള അവസരം കിട്ടി. ഈ ഗൾഫ് നാടുകളിലൊക്കെ പോകുമ്പോൾ ഇപ്പം ഷെരീഫ് നീലേശ്വരം അങ്ങനെയല്ലേ ഗൾഫ് നാട്, ഞാനൊരു ആ രീതിയിലാണ് അറിയപ്പെടുന്നത്. അവിടെ കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാല് പ്രത്യേകിച്ച് UAE മലയാളികൾ മാത്രമല്ല, ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എന്റെ പേരിന്റെ കൂടെ ഞാൻ ഷെരീഫ് നീലേശ്വരൻ എന്നാണ് ആഡ് ചെയ്യുക. അപ്പൊ അധികം ആൾക്കും നീലേശ്വരൻ എന്ന് പറഞ്ഞത് എന്റെ ഒരു ഫാമിലി പേരോ അല്ലെങ്കിൽ എന്റെ ഒരു തറവാട്ട് പേരോ എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനത് തിരുത്തിയിട്ടതല്ല, ഞാൻ ഇതൊരു സ്വദേശമാണെന്ന് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വെൽക്കം ചെയ്യും ഒരുപാട്. ഇങ്ങനെ അവിടുത്തെ കമ്മ്യൂണിറ്റി, എക്സ്പാട്രിയേറ്റ് പ്രവാസി കമ്മ്യൂണിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വളരെ ഹെക്ടിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവിടെ. അപ്പൊ വീക്കെൻഡ്സിൽ ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അസോസിയേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാടുണ്ട് അവിടെ മലയാളി സമാജം. അപ്പൊ അവിടുത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. ജനങ്ങൾ വളരെ നല്ല രീതിയിൽ എല്ലാ തരത്തിലുള്ള കലയും അവിടെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പം ബാംഗ്ലൂർ
തൊഴിൽ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണല്ലോ. അപ്പോൾ അവിടെ സംഗീതം പുതിയ തലമുറക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ക്ലാസ്സോ ആ രീതിയിൽ എന്തെങ്കിലും സംവിധാനം അവിടെ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഗൾഫിൽ ഒരു സംഗീത പഠിപ്പിക്കുന്ന ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അബുദാബിയിലാണ്. അവിടെ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ അതിനെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഞങ്ങൾ തനതായ രീതിയിലുള്ള കലകൾ അവിടെ അഭ്യസിപ്പിക്കണം എന്നുള്ള രീതിയിൽ വെച്ചാൽ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇല്ലാതെ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതൊരു കലക്കും അതിന്റെ അടിസ്ഥാനം പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെക്നോളജി അതിനൊരു വിഘാതമാവുന്നുണ്ടോ ഷെരീഫെ? തീർച്ചയായിട്ടും ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് സ്റ്റുഡിയോയിൽ കയറി ഒരു സംഗീത സംവിധായകൻ പാടി കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് നല്ല ശബ്ദം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം ഈ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഈ മ്യൂസിക് പറഞ്ഞു കൊടുക്കുന്ന ആള് പറഞ്ഞു കൊടുക്കുന്ന സംഭവം ഡെലിവറി ചെയ്യാൻ പറ്റണം. അത് ഞങ്ങൾ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്, എങ്ങനെയാണ് പാടി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാലന്റും ഞങ്ങൾ പഠിച്ചതിനും ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്നും അറിയില്ല, അത് എങ്ങനെയാണ് പാടേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് വളരെ ഒരു എംബാരസിങ് സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് വളരെ അതായത് ഏത് കലക്കും അതിൻ്റെതായ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ പഠിച്ച് ഇപ്പം ഫേമസ് ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പിന്നെ സമയം കിട്ടില്ല. അപ്പോൾ ഒരുപാട് ചാൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്. ഒരു നല്ല ബേസ് ഉണ്ടാക്കിയിട്ട് ഈ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശാസ്ത്രീയ അറിവ് നേടുന്നത് എല്ലാ കലാരംഗത്തും നമ്മളിപ്പോൾ പുതിയൊരു ട്രെൻഡാണ്. ഈ അറിവ് നേടുന്നത് പരിമിതപ്പെടുത്തുകയും പുതിയ ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ വരുന്ന ഒരു ട്രെൻഡ് അല്ല, അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. അതൊരു ആശാസ്യമായ, പ്രത്യേകിച്ച് അതൊരു ആശാസ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെരീഫിന് അങ്ങനെയല്ല തോന്നുന്നത്? അതൊരു ട്രെൻഡ് ടെക്നോളജി ഒരു കണക്കിന് നല്ലതാണ്. തീർച്ചയായിട്ടും ടെക്നോളജി ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, ടെക്നോളജിയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും. ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. സിംഗർ ഇപ്പം ഒരു പാട്ടുകാരൻ ഇന്ന് വന്ന് പാടുന്നു, അവർ പാടി റെക്കോർഡ് ചെയ്ത് പോയത് അടുത്തുള്ള ഫീമെയിൽ സിംഗറോ അവരെ സൗകര്യത്തിന് അല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്തിട്ട് അവർ ഇന്റർനെറ്റ് വഴി അയച്ചു തരും, മിക്സ് ചെയ്യും. എല്ലാം ഈ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് ശരിക്കും സാധിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ടാലന്റ് ഉള്ളവർക്ക് ഇപ്പം ഞങ്ങൾ ടാലന്റ് ഒരുപാടുള്ളവർക്കും ടാലന്റ് ഇല്ലാത്തവർ പാടുന്നത് തമ്മിൽ ഈ ടെക്നോളജി അവർ അതായത് മിസ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ